ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൂര്യ ആകെ കലിപ്പിലാണ് കേട്ടോ. സൂര്യക്ക് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഹരിത ചോദിച്ചും കൊണ്ടിരിക്കുന്നത്. ഹരിത പറയാണ് അവളുടെ രക്തം അടിമ രക്തമാണ്, അവൾക്ക് അടിമയുടെ സ്വഭാവമാണ്. എന്തിന് സൂര്യ, നീയും നിൻ്റെ ഭാര്യയും ഒരുമിച്ചല്ലല്ല കിടക്കുന്നത്, പുറത്ത് ഞങ്ങളൊക്കെ കാണുന്ന വിധത്തിൽ നീ അങ്ങ് അഭിനയിക്കുന്നു. എന്നാൽ പിന്നീട് നിൻ്റെ റൂമിൽ പോയാൽ നീ അവളെ കാണുന്നത് ഈ അടിമ രക്തം തന്നെയാണ്. അതായത് അവൾ ഈ വീട്ടിലെ വേലക്കാരിയാണെന്നുള്ള തിരിച്ചറിവ് നിന്നുള്ളിലുണ്ട്. നീ ആൻറ്റിയോടും മറ്റുള്ളവരോടും പക വീട്ടാൻ മാത്രം അവളെ ഉപയോഗിക്കുന്നു. അവളുടെ കൂടെ കിടക്കാൻ നിനക്ക് അറപ്പാണ്, വെറുപ്പാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം സൂര്യ പറയാണ്, അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിക്കാണ്. ആ സമയം നന്ദിനി ആകെ ഭയന്ന് നിൽക്കുകയാണ്. നന്ദിനി, സത്യത്തിൽ ഇവൾ എന്താ നിന്നോട് ചെയ്തത്? അത് പിന്നെ എന്നോട് റൂമിൽ കിടക്കാൻ പേടിയാണെന്നും അതുപോലെ എൻ്റെ കാല് വല്ലാതെ വേദനിക്കുന്നെന്നും പറഞ്ഞപ്പോൾ ഞാൻ കാല് തിരുമ്പി കൊടുത്തതാണ് സൂര്യ സാർ എന്ന് പറയാൻ കേട്ടോ. ഓ അങ്ങനെയാണല്ലേ, എന്നാൽ മര്യാദക്ക് നന്ദിനി നീ റൂമിലോട്ട് പോ. അപ്പോഴേക്കും ഹരിത പറയണ, റൂമിൽ പോവാൻ വരട്ടെ, ഇവൾ ഈ വീട്ടിലെ മരുമകളാണെങ്കിൽ ഇവൾക്ക് എതിർത്തൂടെ? ഞാൻ പറയുന്നതല്ല ഇവൾ കേൾക്കണമെന്നില്ലല്ലോ. ഇവൾ ഈ വീട്ടിലെ മരുമകളായി നിന്ന് തന്നെ ഇവൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൂടെ? ഇവൾക്ക് പറഞ്ഞുകൂടെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, എന്നെ സൂര്യ സാർ വഴക്ക് പറയും, ഞാൻ ഈ വീട്ടിലെ മരുമകളാണ്, ഞാൻ അടിമയല്ല. അപ്പം അതിനർത്ഥം എന്തെന്ന് വെച്ചാൽ ഇവളുടെ ഉപബോധ മനസ്സിൽ തന്നെയുണ്ട് ഈ വീട്ടിലെ മരുമകളല്ല ഇവളെന്ന്. ഇവൾ ഈ വീട്ടിലെ അടിമയാണെന്നുള്ള ആ ഒരു തോന്നൽ ഇവളിൽ ഉള്ളത് കൊണ്ടാണ്, വേലക്കാരിയാണെന്നുള്ള തോന്നൽ ഉള്ളത് കൊണ്ടാണ് ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോഴേക്കും സൂര്യ സാർ അത് പിന്നെ എന്നൊക്കെ പറയുമ്പോൾ, നന്ദിനി നീ എൻ്റെ കൺമുന്നിൽ നിന്ന് അങ്ങ് പോയിക്കോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ഓങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നന്ദിനി പേടിയോടുകൂടി അവിടെ നിന്ന് ഓടിപ്പോവാണ്. എന്നിട്ട് ഹരിത പറയാണ്, നീ എന്ത് തന്നെ പറഞ്ഞാലും നിൻ്റെ ഭാര്യയെ നീ ഭാര്യയായി കണ്ടിട്ടില്ല, ഇത്രയും നാളും നീ ജീവിച്ചിട്ടില്ല, അവളുമായി ഒരു ജീവിതം നീ ഉണ്ടായിട്ടില്ല. ആൻറ്റിയോടുള്ള വെറുപ്പ് മറ്റുള്ളവരുടെ വെറുപ്പിന് മാത്രം നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നീ അവളെ ഉപേക്ഷിക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതുകൊണ്ട് നീ ഇങ്ങനെ അവൾക്കൊപ്പം സംസാരിക്കുമ്പോൾ ആ നിൽക്കുന്ന രാജു ഉണ്ടല്ലോ, ആ തരത്തിലോട്ട് നീ പോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പോവേണ്ട, അതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന സൂര്യക്ക് മറുപടി ഇല്ലെന്ന് ഇന്ദ്രച്ച പറയാണ്. ആ സമയം ഇപ്പുറത്ത് വലിയ സന്തോഷത്തോടു കൂടി പത്മ നിൽക്കുകയാണ്. അവൻ എൻ്റെ മുന്നിൽ 10 മറുപടികൾ എനിക്ക് തരുന്നതാ, 1ന് 10 എന്ന കണക്കിനാണ് അവൻ എനിക്ക് മറുപടി തരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, അവന് എന്നോട് മറുപടി പറയാൻ കഴിയുന്നില്ല, അവന് ഉത്തരം മുട്ടി പോവുകയാണ്, അവൻ ആകെ ഭയന്ന് നിൽക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഹരിതേ, ഇത് തന്നെയാണ് ഞാൻ അവനോട് ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന് എന്നോടുള്ള വാശിക്ക് അവളുടെ കഴുത്തിൽ താലി കെട്ടിയതാണ്. ഇപ്പോൾ നിനക്ക് മുന്നിൽ അവന് മറുപടി ഇല്ലല്ലോ, കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ, ആര് പറഞ്ഞു എൻ്റെ അടുത്ത് മറുപടി ഇല്ലെന്ന്? അതെ, നിന്നെ വളർത്തിയ അച്ഛനമ്മമാരെ പറഞ്ഞാൽ മതി, വളർത്തു ദോഷം നിന്നിലുണ്ട്. നീ ഇവിടെ വന്നേക്കന്നെ നിന്നോട് ഒരു സർട്ടിഫിക്കറ്റ് മറ്റുള്ളവർ തന്നിട്ടുണ്ടാവും. എൻ്റെ അമ്മയെന്ന് പറയുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ, അവർ തന്നിട്ടുണ്ടാവും പത്മയുടെ ആ ഒരു ഇതിൽ പോയിക്കോ, നന്ദിനി ഇവിടുത്തെ വേലക്കാരിയാണെന്ന്. പക്ഷെ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ എവിടെയാണ് ഇത്രയും നാളും താമസിച്ചത്? അമേരിക്കയിലെ. അപ്പോൾ നിൻ്റെ സ്ഥലം എവിടെയാണ്? അമേരിക്കൻ സിറ്റിസൺ എന്നിങ്ങനെ പറയാനിട്ട്, ഞാനൊരു അമേരിക്കക്കാരിയാണെന്ന് പറയാണ്. ഓ, അപ്പോൾ നീ അമേരിക്കയിലേക്ക് എന്തിനാ പോയത്? അത് പിന്നെ ഞങ്ങളുടെ വേലയ്ക്ക് പോയതാണ്, ഞങ്ങളുടെ പണിക്ക് പോയതാണെന്ന് പറയാണ്. ഓ അങ്ങനെയാണല്ലേ, അപ്പോൾ നീ അമേരിക്കയിലെ ഒരു അടിമയല്ലേ? നിൻ്റെ തള്ളയും തന്തയും നിൻ്റെ ഏട്ടനും നീയും അടക്കം അവിടുത്തെ അടിമയല്ലേ? ദേ സൂര്യ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ, എന്താ പൊള്ളിയോ? അപ്പോഴേക്കും വിജയ് ഇങ്ങനെ മനസ്സുകൊണ്ട് പറയാൻ കേട്ടോ, എന്താ ഇന്ദ്രജ, ഞാൻ പറഞ്ഞില്ല അവളുടെ വാ അടപ്പിക്കുന്ന മറുപടി സൂര്യയിൽ നിന്ന് കിട്ടുമെന്ന്. എന്താ പൊള്ളിയോ? അതുപോലെ നന്ദിനി ഈ വീട്ടിൽ വേലക്ക് വന്നു. പിന്നെ ഒരു പെണ്ണായാൽ അടുക്കളയിലെ പണി ചെയ്യാൻ പഠിക്കണം, അല്ലാതെ കയ്യിലെ വള ഊരിപ്പോന്ന് പറഞ്ഞ് അമേരിക്കൻ സിറ്റിസൺ ആണെന്നും പറഞ്ഞ് ഇങ്ങനെ ജോലി എടുക്കുന്നതല്ല ഒരു പെണ്ണിൻ്റേത്. ഒരു പെണ്ണിന് അടുക്കളയിലെയും പുറത്തുള്ള കാര്യങ്ങൾ അവനവന് കഴിക്കാനുള്ളത് എന്നോ ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റത്തില്ല. പണമുണ്ടെന്ന് കരുതി വേലക്കാരിയെ നിർത്താൻ പറ്റത്തില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ അവനവനക്ക് വെച്ചുണ്ടാക്കാൻ അറിയെങ്കിൽ അതിന് നോക്കില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ആൺപിള്ളേർ പോലും അത് പഠിച്ചെടുക്കുന്നു. നീ അമേരിക്ക സിറ്റിസൺ ആണ്, നീ അമേരിക്കക്കാരിയാണ്, നിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്ന ഓരോ തട്ടിക്കുട്ട് വാക്കുകൾ അവൾക്ക് പറയാൻ അറിയില്ല. അതല്ലേ നീ അവളെ വിലയിരുത്തുന്നത്? നിൻ്റെ തന്തയുടെയും തള്ളയുടെയും പണം അവളിലില്ല, അതുകൊണ്ടല്ലേ നീ അവളെ ഇങ്ങനെ
തരം താഴ്ത്തുന്നത്. പിന്നെ അവൾ ഒരിക്കലും ഒരു അടിമയല്ല, സൂര്യയുടെ ഭാര്യയാണ്. പക്ഷെ അവളിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം അവളിലുണ്ട്. അതുകൊണ്ട് അവൾ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. മനുഷ്യത്വം, മറ്റുള്ളവരുടെ കണ്ണുനീർ അവൾക്ക് കാണാൻ കഴിയില്ല. അവൾ എത്ര വേദനിച്ചാലും, അവൾ മറ്റുള്ളവരുടെ കണ്ണുനീര് എത്ര വേദനിപ്പിച്ചാലും അവൾക്ക് മറ്റുള്ളവരുടെ കണ്ണുനീര് കാണാനും കഴിയില്ല. ആരോടും ക്രൂരതയും വഞ്ചനയും അറിയില്ല. കാരണം ദൈവതുല്യമായ പെൺകുട്ടിയാണ് അവൾ. എന്നാൽ നീ എങ്ങനെയല്ലടി, നീ വളർന്ന പാത ചാത്താൻ്റെ പാതയാണ്. അതായത് ചെകുത്താൻ്റെ സ്വഭാവം അടി നിനക്ക്. ദേ സൂര്യ, വായിൽ തോന്നിയത് പറഞ്ഞാലുണ്ടല്ലോ. ഇത്രയും നേരം നീ പറഞ്ഞതിനൊക്കെ ഞാൻ മിണ്ടാതെ നിന്നപ്പോൾ നിനക്ക് വലിയ ആനന്ദം കിട്ടിയില്ലേ? സൂര്യയുടെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിനക്ക് കിട്ടാനിരിക്കുന്ന ഇങ്ങനെ ആവില്ല. നീ ഒരു ചെകുത്താനാടി. നീ വന്നിരിക്കുന്ന ഒരു ചെകുത്താൻ്റെ പാതയിലൂടെയാണ്. അധികമൊന്നും അത് വല്ലാതെ ഇങ്ങനെ നടന്നു പോകാൻ കഴിയില്ല. നന്മയുള്ളവർക്ക് മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. അത് നീ മനസ്സിലാക്കും. ചെകുത്താൻ കുറച്ചൊക്കെ അങ്ങ് മുന്നോട്ട് പോകും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വീഴും. അത് നീയും വീഴോടി, അത് എനിക്കറിയാം. പിന്നെ ഞാനൊരു കാര്യം പറയാം. നീ പറയുന്ന ഈ ഇംഗ്ലീഷില്ലേ, അതായത് അത് ഇത് എന്ന് പറഞ്ഞ് നീ ആളെ വിറപ്പിക്കുന്ന രണ്ട് ഇംഗ്ലീഷ്, അതൊക്കെ എപ്പോൾ പൊട്ടിപ്പൊളച്ചതാണ്? അത് നീ ആദ്യം ആലോചിക്ക്. നമ്മുടെ മാതൃഭാഷയാണ്. അതും നീ ചിന്തിക്ക്. അത് നല്ല വണ്ണം പറയാൻ നിനക്ക് അറിയോടി? എന്തെങ്കിലും ഒന്ന് നല്ലവണ്ണം ചോദിച്ചാൽ നന്ദിനിക്കൊപ്പം ഒക്കോടി? നന്ദിനിയുടെ ബുദ്ധി നിനക്കുണ്ടോടി? നന്ദിനിയുടെ അറിവ് നിനക്കുണ്ടോടി? എന്തെങ്കിലും ഒരു കാര്യം നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിനക്കറിയോടി? ഒന്നും നിനക്കറിയത്തില്ല. നീ വലിയ യു എസിലെ അടിമയായ നീ ലെ ശമ്പളം വാങ്ങി ഇവള് കേരളത്തിലെ ശമ്പളം വാങ്ങുന്നു. അത് നീ മനസ്സിലാക്ക്. അത് നീ മനസ്സിലാക്കാൻ ബുദ്ധിയില്ല. ലെ നീ അടിമയാണ്, അവിടുത്തെ അടിമയാണ്. അതുകൊണ്ട് ഈ സൂര്യയുടെ ഭാര്യയെ നീ നിൻ്റെ വഴിക്കും നിൻ്റെ അടിമയാക്കാനും നീ ഉദ്ദേശിക്കേണ്ട. അതൊരിക്കലും നടക്കത്തില്ല. സൂര്യ പ്രതികരിക്കും. സൂര്യൻ നിനക്ക് ഒരു വട്ടം വാണിങ് തന്ന് പിന്നെ നീ പറയുന്ന പാതയിലോട്ട് അവളും എത്തും. അവളും അങ്ങനെയാവും. അവളും നിന്നെയൊക്കെ എതിർക്കുന്ന ഒരു നന്ദിനിയാക്കി മാറ്റും. അത് ഞാൻ മാറ്റിയെടുക്കും. അപ്പോൾ ഹരിത പറയണം, ഒരിക്കലും നിനക്കതിന് കഴിയില്ലടാ. അവളുടെ രക്തത്തിൽ ഓടുന്ന അടിമ രക്തമാണ്. അവൾക്കത് കഴിയത്തില്ല. അവളൊരു അടിമയാണ്, അവളൊരു വേലക്കാരിയാണെന്ന ഉപബോധ മനസ്സിൽ അവളുടെ ഉണ്ട്. അതൊന്നും അവൾക്കില്ല. അതൊക്കെ ഞാൻ മാറ്റിയെടുക്കും. നിങ്ങളോടുള്ള ഭയമാണ് അവളിതെല്ലാം നിങ്ങൾക്ക് ചെയ്യുന്നത്. അല്ലാതെ അവൾ അടിമയോ വേലക്കാരിയോ ആയിട്ടില്ല. വീട്ടിൽ പ്രശ്നങ്ങളില്ലാതെ നല്ലപോലെ ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് എന്നും പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം പത്മക്ക് പറയാനില്ല കേട്ടോ. പത്മ പെട്ടെന്ന് അവിടോട്ട് വരികയാണ്. അപ്പോഴേക്കും ഹരിതയുടെ അച്ഛനും അമ്മയും നിർത്ത് എന്നൊക്കെ പറയുമെങ്കിലും കൂടി ഹരിത പറയാനുള്ളത് പറയുമെന്നുള്ള ആ ഒരു ഇതോടുകൂടി പറഞ്ഞു തുടരുകയാണ്. ഇതേ സമയം സൂര്യ അവിടെ നിന്ന് പോകുമ്പോൾ നന്ദിനി ആണെങ്കിലും ഈശ്വരാ, ഇനിയിപ്പോൾ എന്ന് വന്നാൽ എനിക്ക് നല്ല കിട്ടും, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് പായിട്ട് തറയിൽ നന്ദിനി കിടക്കുകയാണ്. അപ്പോൾ ഈ സമയം സൂര്യ നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നന്ദിനി ആണെങ്കിൽ കൂർക്ക് ഇങ്ങനെ വലിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉറക്കം നടിക്കുകയാണ്. ദേ നന്ദിനി, നീ എൻ്റെ അടുത്ത് നടിപ്പ് കാണിക്കണ്ട, എൻ്റെ അടുത്ത് നിൻ്റെ കള്ളത്തരം കാണിക്കണ്ട. നീക്കുന്നുണ്ട് നന്ദിനി. അപ്പോഴും നന്ദിനി എണീക്കില്ല കേട്ടോ. മര്യാദക്ക് എണീക്കാനാണ് നിന്നോട് പറയുന്നത്. അപ്പോഴും നന്ദിനി എണീക്കില്ല കേട്ടോ. നന്ദിനി, നീ എണീക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് സൂര്യ അങ്ങ് ഒച്ച എടുക്കുമ്പോൾ നന്ദിനി പെട്ടെന്ന് ഇങ്ങനെ കൊട്ടുവായൊക്കെ ഇട്ട് അയ്യോ എൻ്റെ ഉറക്കം നഷ്ടമായി. എന്താ സൂര്യ സാർ? നന്ദിനി, നിൻ്റെ അഭിനയം എൻ്റെ അടുത്ത് നടത്തണ്ട, മര്യാദക്ക് നീക്ക്. അത് കേട്ട ഉടൻ തന്നെ നന്ദിനിയാണെങ്കിൽ എന്താ സൂര്യ സാർ, എന്തിനാണ് നീ അവളുടെ കാല് തിരുമ്പാൻ പോയത്? നീ ഒരു പെണ്ണല്ലേ, അവളെപ്പോലെ ഒരു പെണ്ണെന്നല്ലേ നീയും? നീ എന്തിനാ മറ്റുള്ളവർക്ക് കാല് തിരുമ്പാനോ അവളുടെ കട്ടിന് ചോട്ടിൽ പായിടാനും നീ പോയത്? അത് സൂര്യ സാർ, ഈ വീട്ടിൽ വന്ന ഗസ്റ്റ് അല്ലേ, അവൾ പേടിയാണെന്ന് പറഞ്ഞപ്പോഴും കാല് വലിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴും എനിക്കുണ്ടായ മനസ്സിലെ വിഷമം കൊണ്ട് ഞാനത് ചെയ്തു കൊടുത്തതാ എന്ന് വെച്ചിട്ട് നീ എല്ലാം അങ്ങ് ചെയ്തു കൊടുക്കണോ? ഈ റൂമിൽ നടക്കുന്ന എല്ലാ രഹസ്യങ്ങളിലും അവൾക്ക് ഓതി കൊടുക്കണോ? അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സൂര്യ സാർ, അത് പിന്നെ നന്ദിനി, നീ എന്നോട് സത്യം മാത്രം പറയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് എനിക്ക് നീ അവിടെ നടന്നത് എന്തൊക്കെയാണെന്നുള്ളത് നീ എന്നോട് പറയണം. അല്ലെങ്കിൽ ഈ സൂര്യയുടെ സ്വഭാവം അങ്ങ് മാറും. മര്യാദക്ക് പറഞ്ഞോ എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയാണ്, എന്നെ ഇങ്ങനെ കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് റൂമിലോട്ട് വിളിച്ചു. പിന്നീട് ഞാൻ താഴെ കിടന്നു. അപ്പോൾ എന്നോട് ഓരോ ചോദ്യങ്ങളായി. നീ സൂര്യയുടെ റൂമിൽ ഇതുപോലെയാണ് കിടക്കുന്നത്, നീ പിന്നെ സൂര്യയും ദാമ്പത്യ ജീവിതം ഇല്ലേ എന്നൊക്കെ
ചോദിച്ചു, ഒരു കട്ടിലല്ലേ നിങ്ങൾ തമ്മിൽ ഒന്നും നടന്നിട്ടില്ലേ? എന്താ നന്ദിനി, നീ ഇത്ര ബുദ്ധിയില്ലാത്ത പൊട്ടിയാണോ? ആരോടാണ് നീ പറയുന്നത്? നമ്മുടെ ശത്രുവിനോട്. നിനക്കെന്ത് ഇത്ര ബുദ്ധിയില്ലേ? നീ നമ്മുടെ റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ നീ എന്തിനാ വിളിച്ചു പറയുന്നത്? എന്തായാലും നീ പറഞ്ഞു കൊടുത്തില്ലേ, അതുകൊണ്ട് ഇനി ഈ പായയും വേണ്ട, ഈ പുതപ്പും വേണ്ട, ഇവിടെ മര്യാദക്ക് ഇതൊക്കെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ് എടുത്ത് വലിച്ചെറിയുമ്പോൾ സൂര്യ സാർ, പിന്നെ ഞാൻ എവിടെ കിടക്കും? എന്നൊപ്പം എൻ്റെ കട്ടിലിൽ. അയ്യോ, എനിക്കത് കഴിയില്ല. എന്താ സൂര്യ സാർ ഈ പറയുന്നത്? നിർത്തിക്കോ. മറ്റുള്ളവരോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആലോചിക്കണമായിരിക്കുന്നു. ഇന്ന് മുതൽ നീ എൻ്റെ കട്ടിലിൽ കിടക്ക്. സൂര്യ സാർ, അത് പിന്നെ കിടക്കാനല്ലേ നന്ദിനി പറയുന്നത്, നീ കിടക്കുന്നുണ്ടോ? നീ ഇത്ര പൊട്ടിയാവരുത്. കഴുത എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ ഒരു കഴുതയെ എവിടെയും കണ്ടിട്ടില്ല. മാട് കഴുതയെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ നിന്നെ പണിയെടുപ്പിക്കുകയും നിന്നെ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുകയോ അവളെ ചെയ്യുമ്പോൾ അതുപോലെ ഒരു പെണ്ണാവാൻ നിനക്ക് കഴിയില്ലേ? എനിക്ക് പറ്റില്ല. ഞാൻ സൂര്യ സാറിൻ്റെ ഭാര്യയാണ് എന്ന് നീ അവർക്ക് മുന്നിൽ 2 പ്രാവശ്യം വിരൽ ചൂണ്ടി സംസാരിച്ച് നോക്ക്. നിൻ്റെ നേർക്ക് ആരും വിരൽ ഉയർത്തില്ല. ഇതിനൊക്കെ കാരണക്കാരി നീയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇന്ന് മുതൽ നിനക്ക് ഈ വീട്ടിലെ പണികളൊന്നും ഇനി ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. അയ്യോ, അതൊന്നും എനിക്ക് പറ്റത്തില്ല. എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ? വേണ്ട, ഓരോരുത്തർക്കുള്ള ഭക്ഷണം ഓരോരുത്തർ ഉണ്ടാക്കിക്കോട്ടെ. ഈ വീട്ടിൽ വേലക്ക് നിർത്തിയിരിക്കുന്ന രാജുവിനെയാണ്. രാജു ചെയ്തോളും. രാജു എല്ലാവർക്കും ഭക്ഷണം കൊടുത്തോളും. ഇനി റൂമിൽ ഇരിക്കുന്ന നിനക്ക് പോലും രാജു ഇങ്ങോട്ടേക്ക് ചായ കൊണ്ടുവരണം. അതാണ് എൻ്റെ ഓർഡർ. അയ്യോ സൂര്യ സാറേ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാതെ കഴിയില്ല. അതൊന്നും നീ എന്നോട് പറ്റത്തില്ല. ഇനി നീ അടുക്കളയിൽ കയറുകയോ മറ്റുള്ളവർക്ക് പണി ചെയ്തു കൊടുക്കുകയോ ചെയ്താൽ ഈ സൂര്യ ആരാണെന്ന് നീ അറിയുമെന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ നേർക്ക് സൂര്യ അങ്ങ് കയർക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ. നാളെ വരാനിരിക്കുന്നത്.